സ്റ്റാറ്റ്ലൈവ് ബ്ലോഗിൽ ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് നമ്മളെ യൂണിറ്റ് ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്സ് എന്ന യൂണിറ്റിൽ ഗ്രാഫ്സ് എന്ന സെക്ഷനാണ് ഇനി പറയാൻ പോകുന്നത്. ഡയഗ്രാംസ് എന്ന ക്ലാസ്സുകളൊക്കെ നമ്മൾ തീർത്തു. ഇവിടെ നമ്മൾ ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ് ഇവയൊക്കെ എങ്ങനെ വരക്കാം എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്റോഗ്രാം ആണ് ആദ്യം പറയാൻ പോകുന്നത്. ഹിസ്റ്റോഗ്രാമിൽ ഇവിടെ ഹിസ്റ്റോഗ്രാം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഫോർ ഡിസ്പ്ലേയിങ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. ഡയഗ്രാം ചെയ്യുന്ന മെത്തേഡാണ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഡാറ്റയെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അതാണ് അതിന്റെ മെയിൻ ലക്ഷ്യം. ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ക്ലാസ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡാറ്റയാണ് 30-35 മുതൽ അതുപോലെ 60-65 വരെ. അത് വെയിറ്റ് ആണ്. അതിൽ ഓരോ വെയിറ്റ് 30 മുതൽ 35 വരെ വെയിറ്റ് ഉള്ള 3 കുട്ടികൾ, 35 മുതൽ 40 വരെ 5 കുട്ടികൾ, ഇങ്ങനെയുള്ള ഒരു ഡാറ്റയാണ്. ഈ ഒരു ഡാറ്റനെ എങ്ങനെ നമുക്ക് ഒരു ഡയഗ്രാം ആക്കി റെപ്രസെന്റ് ചെയ്യാം, അത് ഹിസ്റ്റോഗ്രാമിലൂടെ എങ്ങനെ ചെയ്യാം, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ പോലെ ഡയഗ്രാംസിൽ നമ്മൾ ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്, അപ്പോൾ ഗ്രാഫിന്റെ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് 5 സെക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഹിസ്റ്റോഗ്രാം, രണ്ടാമത് ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ഒജീവ്സ് ആൻഡ് സ്കാറ്റർ ഡയഗ്രാം, അല്ലെങ്കിൽ സ്കാറ്റർ പ്ലോട്ട്. ഈ ഒരു 5 ഡയഗ്രാംസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ കൈകാര്യം ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഹിസ്റ്റോഗ്രാം. ഈ ഹിസ്റ്റോഗ്രാം എന്ന ഈ ഒരു ഇതിലെ എക്സാമ്പിൾ ഇവിടെ നോക്കും. വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനാദ്യം നമ്മൾ സാധാരണ ഗ്രാഫ് പോലെ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. അപ്പോൾ വൈ ആക്സിസ് വരച്ചു, എക്സും വരച്ചു. എക്സിൽ നമുക്ക് തന്ന ക്ലാസുകൾ റെപ്രസെന്റ് ചെയ്യും അല്ലേ. അപ്പോൾ ക്ലാസുകൾ തുടങ്ങുന്നത് എവിടെ നിന്നാണോ അവിടെ വെച്ചിട്ട് തുടങ്ങും. അപ്പം 30 0 ഇവിടെ നമ്മളിപ്പോൾ 0 ആയതുകൊണ്ട് ഒരു ഇതിൽ 30 മുതൽ തുടങ്ങുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങണം. 30, 35. ഇനി അതല്ല ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഇത് ഡാറ്റ എങ്ങനെ കണ്ടെത്താം, മനസ്സിലാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആകെയുള്ള ക്ലാസുകളെ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുന്നത് 40, 45, 45, 50, 55, 60, 65. ഇപ്പോൾ മൊത്തം എക്സ് ആക്സിസ് വെയിറ്റ് ആണ് ഇവിടെ അടയാളപ്പെടുത്തിയത്. വെയിറ്റ് ഇവിടെ അടയാളപ്പെടുത്തി എക്സ് ആക്സിസിൽ. ഇനി വൈ ആക്സിസിൽ എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് ആകെ ഉള്ളത് എത്രയാണ്? നമുക്ക് ഏറ്റവും വലുത് 18ആണ്. അപ്പോൾ 18 ഇവിടെ വരണം എന്നുള്ളൂ. ആ രീതിയിലേക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്യാം. ഇവിടെ ഞാൻ 2, 4 ഈ രീതിയിൽ അറേഞ്ച് ചെയ്തു. ഇനി ഇതിന് ആദ്യത്തെ ക്ലാസ് നോക്കാം. 30 മുതൽ 35 വരെ അതിനൊരു ബാർ വരയ്ക്കാം. 30 മുതൽ 35 വരെയുള്ള ബാർ എത്രയാണ്? 3 ആണ്. അപ്പം 3 എന്ന് പറഞ്ഞതാണ്. ഇതിന് നേരെ നമ്മൾ റെക്റ്റാങ്കിൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം. ഇനി അടുത്തത് 35 മുതൽ 40. 35 മുതൽ 40 ആണ്. അപ്പോൾ 35 മുതൽ 40 എത്രയാണ്? 5 ആണ്. 4 കഴിഞ്ഞ് 5 വരും. അപ്പോൾ ഇവിടെ ഇതിനെ ചേർന്നുകൊണ്ട് 35 അവസാനിക്കുന്ന അവിടുന്ന് തന്നെ അടുത്ത ബാർ വരക്കണം. അപ്പം ഇങ്ങനെ വരിക, ഇത് ടച്ച് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ സിമ്പിൾ ബാർ ഡയഗ്രാം നമ്മൾ വരച്ചിരുന്നു. നമ്മൾ ഓരോ വർഷത്തിന് 2000, 2001 ഇങ്ങനെ ഓരോ ബാറുകൾ എന്ത് ചെയ്യണം, ഡിഫറൻസ് ആയിട്ടാണ് വരച്ചിരുന്നത് അല്ലേ. ഇതെല്ലാം ബാറുകളും യോജിച്ചാണ് പോകുക, കാരണം ക്ലാസ് ആയിട്ട് തുടർച്ചയായിട്ട് പോകണം. ഇനി 40 മുതൽ 45 12 വരണം. 12 പറഞ്ഞതാണ് ഈ റേഞ്ചിൽ. ഇതിന് നേരെ 12 വരയ്ക്കുക. നേരെ വരച്ചു. ഇങ്ങനെ ഓരോ ക്ലാസ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയഗ്രാം ബാറുകൾ വരയ്ക്കുക. ഈ രീതിയിൽ വരച്ചാൽ നമുക്ക് ഹിസ്റ്റോഗ്രാം റെഡിയാവും. ഇവിടെ നമുക്ക് ഹിസ്റ്റോഗ്രാം റെഡിയായി. എല്ലാ ക്ലാസ്സിനും അടുപ്പിച്ചടുപ്പി നമ്മൾ എന്ത് ചെയ്തു, റെക്റ്റാങ്കിളിൻ്റെ ബാറുകൾ ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരച്ചാൽ എന്തായി? ഹിസ്റ്റോഗ്രാമായി. ഹിസ്റ്റോഗ്രാം വരക്കാലോ. എക്സാമ്പിൾ ചിലപ്പോൾ ഹിസ്റ്റോഗ്രാം ഇതുപോലെ വരച്ച ക്വസ്റ്റ്യൻ തന്നിട്ട് ചിലപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലുള്ള ക്ലാസ് ഏതാണ്, അല്ലെങ്കിൽ 45, 50 ക്ലാസ് എത്രയാണ് ഫ്രീക്വൻസി വരുന്നത്, 18 അല്ലേ. ഇതുപോലെ ഓരോന്ന് കണ്ടെത്താനും അങ്ങനെ ആ രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ചിലപ്പോൾ വരക്കാനും എക്സാം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈസിയായി വരക്കാം. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഫ്രീക്വൻസി പോളിഗൺ ആണ്. ഫ്രീക്വൻസി പോളിഗൺ പോളിഗൺ 2 രീതിയിൽ വരക്കാം.
ഹിസ്റ്റോഗ്രാം പറഞ്ഞതുകൊണ്ട് ഒരു രീതി എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാമിന്റെ സെന്റർ പോയിന്റ് ഇപ്പൊ 30-35 സെന്റർ പോയിന്റ് എന്നാൽ 32.5 ഇതിന് നേരെയാണ് ഈ ബാറിന്റെ സെന്റർ. ഈ ഒരു പോയിന്റ് എടുക്കാൻ പറ്റുക. ഇനി 35-40 സെന്റർ എന്ന് പറഞ്ഞാൽ 37.5 അപ്പോൾ അല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 30-35 ഇതേ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഞാൻ ഫ്രീക്വൻസി പോയിന്റ് പറയുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ പറയുന്നില്ല. 30-35 സെന്റർ പോയിന്റ് 32.5, അടുത്ത 35-40 സെന്റർ 37.5, ഇത് 42.5 അല്ലേ. അപ്പൊ അതിന് നേരെയുള്ള പോയിന്റ് എല്ലാം കൊടുക്കുക. ഇനി 45 സെന്റർ എത്ര എഴുതാം? 47.5 അതായത് ഈ പോയിന്റ് സെന്റർ. ഇനി 50-55 പകുതി 52.5, ഇനി 55-60 സെന്റർ പോയിന്റ്. ഇങ്ങനെ ഹിസ്റ്റോഗ്രാമിന്റെ സെന്റർ പോയിന്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഫ്രീക്വൻസി പോളിഗൺ ആണെങ്കിൽ നമ്മൾ ഇത് സ്കെയിലിൽ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി യോജിക്കും. ഓരോന്ന് സ്കെയിൽ വെച്ചിട്ട് കൂട്ടി യോജിച്ച് കഴിഞ്ഞാൽ എന്തായി? ഇനി വേണമെങ്കിൽ ഈ ലൈനിൽ അവസാനിച്ച് ലാസ്റ്റ് നമുക്ക് ഇവിടെയുള്ള എക്സാക്സിസിലേക്ക് തട്ടിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇവിടെ അവസാനം തട്ടിക്കാം. ഇത്രയും ചെയ്താൽ എന്തായി? ഫ്രീക്വൻസി പോളിഗൺ ആയി. അപ്പൊ രണ്ട് രീതിയിൽ ഫ്രീക്വൻസി പോളിഗൺ വരക്കാറുണ്ട്. ഒന്ന് ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് ഇതുപോലെ സെന്റർ പോയിന്റ് യോജിപ്പിച്ച് വരക്കാം. ഇല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം വരക്കാതെ തന്നെ നിങ്ങൾ ഫ്രീക്വൻസി പോളിഗൺ വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ മിഡ് പോയിന്റുകൾ കാണും. 30-35 പകരം 32.5, 37.5 ഈ കാര്യങ്ങൾ അടയാളപ്പെടുത്തുക. അല്ലെങ്കിൽ ഈ ക്ലാസ് തന്നെ എഴുതിയിട്ട് വേണമെങ്കിൽ സെൻട്രൽ പോയിന്റ് മാത്രം ഈ ക്ലാസ് ഇതുപോലെ 30-35, 40-45 എന്ന രീതിയിൽ എഴുതുക. അല്ലെങ്കിൽ സെൻട്രൽ പോയിന്റുകൾ നേരെ മാത്രം പോയിന്റുകൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് അത് സ്കെയിൽ വെച്ച് കൂട്ടി വരച്ചാൽ എന്തായാലും ഫ്രീക്വൻസി പോളിഗൺ. അപ്പോൾ സിമ്പിൾ അല്ല. ഇങ്ങോട്ട് പോയാൽ ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം. ഒന്നെന്നുള്ളത് ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് അതിന്റെ സെന്റർ ബാറിന്റെ സെന്റർ പോയിന്റുകൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഓരോന്ന് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ വരയ്ക്കുക. ഇതാണ് ഫ്രീക്വൻസി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരും എങ്ങനെ വരച്ചിട്ടുണ്ട് ഫ്രീക്വൻസി പോളിഗൺ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഫ്രീക്വൻസി പോളിഗൺ വരക്കാം. ഇനി ഹിസ്റ്റോഗ്രാം ഇല്ലാതെ തന്നെ ഹിസ്റ്റോഗ്രാം ഇവിടെ മാറ്റിയാൽ എന്താണ് ഉണ്ടാവുക? അതും നമുക്ക് വരക്കാൻ പറ്റും. അത് ഈ പോയിന്റുകൾ കണ്ടാൽ മതി. അപ്പോൾ ഇതിന്റെ ക്ലാസ്സിന്റെ മിഡ് പോയിന്റുകൾ കണ്ടിട്ട് അതിന് കറസ്പോണ്ടിങ് പോയിന്റ് വാല്യൂസ് അടയാളപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീക്വൻസി പോളിഗൺ കാണാൻ പറ്റും. ഇനി ഫ്രീക്വൻസി കർവാണ്. ഇതും വളരെ ഈസിയാണ്. ഇതിന് ചെറിയൊരു മാറ്റം ഒക്കെ ചെയ്യുന്ന അതേ മെത്തേഡിൽ എന്താ മാറ്റങ്ങൾ? കർവ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞത് ഓരോ പോയിന്റ് സ്കെയിൽ വെച്ച് വരക്കണം അല്ലേ. ഇവിടെ സ്കെയിൽ വെക്കേണ്ട, നമുക്ക് ഓരോ പോയിന്റിൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വരച്ചാൽ മതി. ഓരോ പോയിന്റും കൈകൊണ്ട് ഇങ്ങനെ ലാസ്റ്റ് പോയിന്റ് വേണമെങ്കിൽ എക്സ് ആക്സിസിലേക്ക് തട്ടിക്കാം. ഇങ്ങനെ വരച്ചാൽ ഫ്രീക്വൻസി കർവായി. ഇപ്പൊ ഞാൻ വരച്ചത് കർവാണ്. ഇതിന് പകരം ഓരോന്നും സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസി പോളിഗൺ കിട്ടും. അപ്പോൾ പോളിഗൺ ഉദ്ദേശിക്കുന്നത് സ്കെയിൽ വരച്ചിട്ട് ഓരോ ആംഗിൾ ഇങ്ങനെ ആയി വരും. കറക്റ്റായിട്ട് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഓരോ പോയിന്റിലേക്ക് സ്കെയിൽ കൂട്ടി വരച്ചാൽ എന്തായാലും പോളിഗൺ കിട്ടും. സ്കെയിൽ ഇല്ലാതെ കൈകൊണ്ട് മാത്രമേ കർവ് രീതിയിൽ വരച്ചാൽ കിട്ടും. ഫ്രീക്വൻസി കർവ് കിട്ടും. അപ്പോൾ ഫ്രീക്വൻസി പോളിഗണും ഫ്രീക്വൻസി കർവും രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് മിഡ് പോയിന്റ് കാണാം. ഹിസ്റ്റോഗ്രാം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് മിഡ് പോയിന്റ് നേരെ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടും വരക്കാം. ഇതാണ് ഫ്രീക്വൻസി പോളിഗൺ.